ആകെ അലർച്ച മാത്രമെന്ന പ്രേക്ഷക പരാതിയിൽ പരിഹാരം തേടി കങ്കുവയുടെ നിർമ്മാതാവ് കെ.ഇ. ജ്ഞാനവേൽ രാജ. ഇനി വരുന്ന ഷോകളിൽ ശബ്ദം കുറയ്ക്കാമെന്നാണ് നിർമ്മാതാവ് നൽകുന്ന വാഗ്ദാനം. എല്ലാ വലിയ സിനിമകൾക്ക് നേരെയും ആന്റി ഫാൻസ് ഉയർത്തുന്ന വിമർശനങ്ങൾ പോലെ മാത്രമേ കങ്കുവയ്ക്ക് നേരെ ഉയരുന്ന ട്രോളുകളെയും കാണാനാവൂ. ചിത്രത്തിന് ഇതുവരെ പ്രതീക്ഷിച്ചതിലേറെ തിയേറ്റർ കളക്ഷൻ നേടാനായിട്ടുണ്ട് എന്നും സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം മാറുകയാണെന്നും നിർമ്മാതാവ് അവകാശപ്പെട്ടിട്ടുണ്ട്. സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിലെത്തിയതിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. അസഹ്യമായ ശബ്ദമാണെന്നും തലവേദനിക്കുന്നുവെന്നും കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടതോടെ ട്രോളുകളും സജീവമായി. പിന്നാലെയാണ് ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടിയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് പ്രതികരണവുമായി എത്തിയത്. പ്രേക്ഷകർ തലവേദനയെടുത്ത് ഇറങ്ങിപ്പോയാൽ ഒരു സിനിമയ്ക്കും റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകില്ല എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത്. ഇത്തരം വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ ശബ്ദം കുറയ്ക്കാമെന്ന് കെ.ഇ. ജ്ഞാനവേൽ രാജ തിയേറ്ററുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ ശബ്ദം -2 ആയി കുറയ്ക്കണമെന്നാണ് നിലവിൽ തിയേറ്ററുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശനിയാഴ്ച മുതൽ പുതിയ സൗണ്ട് ക്വാളിറ്റിയിലാകും സിനിമ എത്തുകയെന്നും ജ്ഞാനവേൽ രാജ അറിയിച്ചു. തെലുങ്ക് ഓൺലൈൻ മാധ്യമമായ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദൃശ്യാനുഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ മറ്റു മാറ്റങ്ങളൊന്നും സിനിമയിൽ വരുത്തുന്നില്ല എന്നും നിർമ്മാതാവ് അറിയിച്ചു. കങ്കുവയ്ക്ക് കിട്ടുന്ന നല്ല പ്രേക്ഷക പ്രതികരണത്തിൽ സന്തോഷമുണ്ട്. ആദ്യത്തെ ഭാഗത്തേക്കാൾ വലിയ ക്യാൻവാസിലാണ് കങ്കുവയുടെ രണ്ടാം ഭാഗം ഒരുക്കുക. അജിത്തിനൊപ്പമുള്ള ചിത്രം പൂർത്തിയായാലുടൻ കങ്കുവ രണ്ടാം ഭാഗത്തിന്റെ ജോലികൾ സംവിധായകൻ ശിവ ആരംഭിക്കും. ചിത്രത്തിന് വലിയ ഓപ്പണിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നതായിട്ടും ജ്ഞാനവേൽ രാജ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കങ്കുവയ്ക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട്. എന്നാൽ ഈ നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിച്ചിരിക്കുകയാണ്. കങ്കുവയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിവ്യൂ കേട്ട് താൻ ഞെട്ടിപ്പോയി എന്നാണ് താരം പറയുന്നത്. ഇത്തരം നെഗറ്റീവ് റിവ്യൂ മറ്റു യുക്തിയില്ലാത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ശബ്ദം അലട്ടുന്നു എന്നത് ശരിയാണ്. പോരായ്മകൾ മിക്ക ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ്. അതിനാൽ അത് ന്യായമായി, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമയിൽ പരീക്ഷണം നടത്തുമ്പോൾ. അതേസമയം തീർച്ചയായിട്ടും ആദ്യത്തെ അരമണിക്കൂർ ശരിയായില്ല എന്നും താരം പറഞ്ഞു വെക്കുന്നുണ്ട്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഞാൻ ഇത് എഴുതുന്നത് ജ്യോതികയായും ഒരു സിനിമാ പ്രേമിയുമായിട്ടാണ്, അതല്ലാതെ സൂര്യയുടെ ഭാര്യ ആയിട്ടല്ല. കങ്കുവ എന്ന ചിത്രം ഒരു ദൃശ്യവിസ്മയമാണ്. സൂര്യ, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളുടെ അഭിനയത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യത്തെ അരമണിക്കൂർ ശരിയായില്ല. ശബ്ദം അലട്ടുന്നുണ്ട്. പോരായ്മകൾ മിക്ക ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ്. അതിനാൽ അത് ന്യായമാണ്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിനിമയിൽ പരീക്ഷണം നടത്തുമ്പോൾ. 3 മണിക്കൂറുള്ള സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് അതുള്ളത്. ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്യാമറ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കങ്കുവയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിവ്യൂ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്തരം നെഗറ്റീവ് റിവ്യൂ അവർ മറ്റു യുക്തമില്ലാത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സ്ത്രീകളെ പിന്തുടരുക, ദ്വയാർത്ഥത്തിലുള്ള ഡയലോഗുകൾ സംസാരിക്കുക, വലിയ ആക്ഷൻ സിനിമകൾ എന്നിവയ്ക്കെതിരെ മോശം അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കങ്കുവയുടെ പോസിറ്റീവ് വശത്തെക്കുറിച്ച് എന്താണ് ആരും പറയാത്തത്? സിനിമയുടെ രണ്ടാം പകുതിയിൽ വരുന്ന സ്ത്രീകളുടെ ആക്ഷൻ, യുവാവിന്റെ പ്രണയവും വഞ്ചനയും, ഇത്തരത്തിലെ സിനിമയിലെ നല്ല ഭാഗങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ അവർ മറന്നു എന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും നെഗറ്റീവ് റിവ്യൂ കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു. ഇത്തരത്തിൽ ഒരു 3D സിനിമ എടുത്തതിന് അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. കങ്കുവ ടീമിനെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് ജ്യോതിക ഫേസ്ബുക്കിൽ കുറിച്ചത്.